ഒരുപാട് തല്ലിയല്ലേ? ഒട്ടും വേദനിച്ചില്ല. എന്റെ ശിവന് വേണ്ടിയല്ലേ? എനിക്ക് വേണ്ടി ഇതെല്ലാം സഹിച്ച് എത്ര കാലം? ഒരു തീരുമാനം പോലും പറയാൻ. ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഒരുമിച്ച് ജീവിക്കും എന്നെങ്കിലും. മിസ്റ്റർ ശിവനോടും മിസ്റ്റർ ഉറുമീസിനോടും എനിക്ക് പേഴ്സണലായി സംസാരിക്കണം. ഞാൻ ഇൻസ്പെക്ടർ ദണ്ഡപാണിയായിട്ടല്ല വന്നിരിക്കുന്നത്. ദിവാന്റെ പേഴ്സണൽ മെസ്സഞ്ചർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദിവാന് നിങ്ങൾ രണ്ടുപേരെയും നേരിട്ടൊന്ന് കാണണമെന്ന്. എന്താ കാര്യം? അതൊക്കെ ദിവാൻ നേരിട്ട് പറയും. ഞങ്ങൾക്ക് പാർട്ടിയോട് ആലോചിക്കണം. അതൊക്കെ നിങ്ങളുടെ കാര്യം. ദിവാനെ കാണുന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കുക. മിസ്റ്റർ ഉർമീസ് തറകൻ, മാപ്പിളശ്ശേരിയിൽ മിസ്റ്റർ തറകന്റെ മകൻ. BA BL കഴിഞ്ഞ് ICS എഴുതി ഇന്റർവ്യൂവിന് പോകാതെ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനവുമായി നടക്കുന്നു. മിസ്റ്റർ ശിവസുബ്രഹ്മണ്യ അയ്യർ, ത്യാഗരാജ മഠത്തിലെ മരിച്ചുപോയ സംഗീത സാമ്രാട്ട് അനന്തകൃഷ്ണ അയ്യരുടെ രണ്ടാമത്തെ മകൻ. BA പാസ്സായിട്ടുണ്ട്. സ്റ്റേറ്റ് കോൺഗ്രസിൽ സോഷ്യലിസ്റ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി കമ്മ്യൂണിസ്റ്റായി. കുട്ടനാടിലെ കർഷക തൊഴിലാളികളെ ആദ്യമായി സംഘടിപ്പിച്ചു. 2 ബ്രില്യന്റ് യങ്സ്റ്റേഴ്സ്. എനിക്ക് നിങ്ങളെ കാണണമെന്നും സംസാരിക്കണമെന്നും തോന്നി. അതാ വിളിപ്പിച്ചത്. രാഷ്ട്രീയം പറയാനല്ല, സംതിങ് വെരി പേഴ്സണൽ. നിങ്ങൾക്ക് നല്ല ഭാവിയുണ്ട്. തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ച് അത് നശിപ്പിച്ചു കളയരുത്. ഞങ്ങളുടെ വഴി തെറ്റാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. അതിലേക്ക് നമുക്ക് കടക്കണ്ട. ഞാൻ നിങ്ങളോടൊരു പ്രപ്പോസൽ പറയാം. മിസ്റ്റർ ഉർമീസ്, അടുത്ത ICS പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യണം. ഞാൻ മദ്രാസിൽ ഏറ്റവും നല്ലൊരു പോസ്റ്റിംഗ് വാങ്ങിത്തരാം. അധികാരവും ബംഗ്ലാവും കാറും മറ്റെല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്കുണ്ടാവും. മിസ്റ്റർ ശിവസുബ്രഹ്മണ്യ അയ്യർക്ക് മൈസൂർ രാജാവിനോട് പറഞ്ഞ് 1000 ഏക്കറിൽ കുറയാത്ത മുന്തിരിത്തോപ്പ് സ്വന്തം പേരിൽ വാങ്ങിത്തരാം. രണ്ടുപേരും കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനം നിർത്തി ഇവിടം വിട്ടു പോകണം. We appreciate your concern for our future. And we very much understand what prompted you to this tempting offer. ഒരു സഖാവിന് രാജകീയ പദവിയും മറ്റൊരു സഖാവിന് മുന്തിരിത്തോപ്പും. മനസാക്ഷിയെ വഞ്ചിക്കുന്നതിനുള്ള കൈക്കൂലി അല്ലേ? തലമുറകളായി അടിച്ചമർത്തപ്പെട്ട പാവപ്പെട്ട തൊഴിലാളി വർഗത്തിന്റെ വിശ്വാസത്തിനും സ്വപ്നത്തിനുമാണ് വില പറഞ്ഞത്. സമ്പന്ന വർഗത്തിന്റെ വഞ്ചനയിൽ നിന്ന്, ചൂഷണത്തിൽ നിന്ന് തൊഴിലാളി സമൂഹത്തിന്റെ സമ്പൂർണമായ മോചനം. അവർക്ക് പ്രതീക്ഷയുടെ പുതിയൊരു ലോകം. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര. ഈ ജനകീയ പ്രസ്ഥാനത്തിന് വിലക്കെടുക്കാൻ ഒരു ദിവാന്റെ ഖജനാവിനും കഴിയില്ല. I appreciate your conviction and regret your idiotic sentiments. ഒന്നുകൂടി ചിന്തിക്കാൻ ഒരാഴ്ച സമയം തരാം. അതല്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് ഭാവമെങ്കിൽ I will crush you and your bloody party. പിന്നെ ഒരൊറ്റ കമ്മ്യൂണിസ്റ്റുകാരൻ പോലും ഈ നാട്ടിൽ അവശേഷിക്കില്ല. നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടാൽ സഖാക്കളുടെ മനോവീര്യം നഷ്ടപ്പെടും. അപ്പോ പാർട്ടി നിരോധിച്ചാൽ എതിർപ്പുണ്ടാവില്ല. ഇതായിരിക്കും ദിവാന്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ട് സഖാവ് ശിവനും സഖാവ് ഉർമീസും ഒളിവിലായിരിക്കണം ഇനി മുതലുള്ള പ്രവർത്തനം. നമ്മുടെ പാർട്ടിയുടെ സ്വാധീനമുള്ള ശക്തി കേന്ദ്രങ്ങളായിരിക്കണം നിങ്ങളുടെ ഒളിവ് സ്ഥലങ്ങൾ. സഖാവ് ശ്രീധരൻ പാർട്ടി നിർദ്ദേശങ്ങൾ സമയാസമയങ്ങളിൽ ഇവരെ അറിയിക്കണം. ശരി സഖാവേ. അപ്പച്ചി അമ്മയും വിളിച്ചോണ്ട് പണിക്ക് പോയി. എന്നെയും വിളിച്ചതാ, ഞാൻ പോയില്ല. തലവേദനയാന്ന് കള്ളം പറഞ്ഞു. ഒരു കൂട്ട് വേണ്ടേ? ഞാൻ സഖാവെ നിന്നും വിളിക്കുകയല്ല.
കൊച്ചാട്ടാന്നേ വിളിക്കൂ. ഞാനാ പുറത്ത് എങ്ങനെയുണ്ട് കാര്യങ്ങൾ? അറസ്റ്റ് വാറണ്ടുമായിട്ട് ആലപ്പുഴ മുഴുവൻ അരിച്ചു പെറുക്കുക പോലീസ്. ഇവിടെ കുഴപ്പമില്ല. ശിവസഖാവിന്റെ കാര്യം ഓർക്കുമ്പോഴാണ് കുട്ടനാട്ടിലെ കണ്ടൊരു കുടിലാണെന്ന് ശ്രീധര സഖാവ് പറഞ്ഞത്. പോലീസ് അങ്ങോട്ട് പോയിട്ടുണ്ടെന്നാ കേട്ടത്. മോളെ, ഓ ഒരു ബോട്ട് വരുന്നുണ്ട്. സഖാവിനെ എവിടെയെങ്കിലും ഒളിപ്പിക്കേ. പോലീസാന്നാ തോന്നുന്നേ. മഴപ്പഴയിട്ട് കയറി വിളിച്ചോ. ഇവിടെ ആരൊക്കെയാ താമസം? ഞാനും മോളും. ഇതെന്റെ നാത്തൂനാ. ഓർമ്മക്കുറവുണ്ട്. വേറെ വേറെ ആരുമില്ല. ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ഓ, ഇവിടെ ആര് വരാനാ? നീ എല്ലാം കൂടെ ഇവിടെ ഒരുത്തരം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടല്ലോ, ഒരു സഖാവ്. ഇവിടെ ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ആരെയും ഒളിപ്പിച്ചിട്ടുമില്ല. ഇനി വന്നാലിട്ട് ഒളിപ്പിക്കത്തുമില്ല. ആ, കേറി നോക്ക. പേര് നോക്കുന്നൊക്കെ കൊള്ളാം. തട്ടിയും കലൊന്നും പൊട്ടിക്കരുത് പിള്ളേരോട് പറഞ്ഞാട്ടെ. എന്റെ പെണ്ണു നിന്ന് കുളിക്കുന്നതാണോ പുള്ളിയെ തപ്പാൻ പറ്റും ഒളിവ് നോക്കുന്നേ? ആഹാ, കൊള്ളാവല്ലോ.